ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നവരാണ്. ഓരോ അവതാര മൂർത്തികളെയായിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടം. ഭഗവാന് പ്രാധാന്യമുള്ള ഓരോ ദിവസവും നമുക്ക് പുണ്യദിനങ്ങളാണ്. വിഷ്ണു ഭക്തർക്ക് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ, അതായത് മെയ് 15 വ്യാഴാഴ്ച. ഒരുപാട് പുണ്യദിനങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. ഈ ഒരു മാസം ഭഗവാൻ നമ്മോട് കൂടെ ഉണ്ടാവുന്ന ഒരു മാസമാണ്. അതിൽ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലത്തിലുള്ള ഉയർച്ചയും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ചെയ്യും. വൈശാഖ മാസത്തിലെ ഏകദേശം പകുതിയോളം ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ അത്രയും പ്രാർത്ഥനയോടുകൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കും. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത, അതായത് മെയ് 15 വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്നേ ദിവസം വിഷ്ണുപതി പുണ്യകാലമാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ക്ഷിപ്രഫലം നൽകുന്ന ഒരു ദിവസം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ജാതകത്തിലുള്ള ദോഷങ്ങൾ തന്നെയാണ്, അല്ലെ? അതുമൂലം പലരും തന്നെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ജാതകത്തിലെ ദോഷം അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് തരത്തിലുള്ള ദോഷങ്ങളായാലും ഏത് തരത്തിലുള്ള തടസ്സങ്ങളായാലും നിങ്ങളുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണോ, അല്ലെ ആ ഒരു കാരണം എന്താണോ, അതിനെ ഇല്ലാതാക്കാനായിട്ട്, ജീവിതത്തിൽ സർവൈശ്വര്യം ലഭിക്കാനായിട്ട് ഒക്കെയും വിഷ്ണുപതി പുണ്യകാല ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഴി, അതോടൊപ്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും ചെയ്യുന്നത് വഴി സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണുപതി പുണ്യകാലത്തെ കുറിച്ചും അതോടൊപ്പം നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലും ക്ഷേത്രത്തിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വിഷ്ണുപതി പുണ്യകാലം അല്ലെങ്കിൽ ഹരിപാദ പുണ്യകാലം ഇത്തവണ വന്നിരിക്കുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിട്ടുള്ള, ഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായിട്ടുള്ള വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിഷ്ണുപതി പുണ്യകാലത്തിന് ഇരട്ടി ഫലമാണ് പറയുന്നത്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും പൂജിക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നമുക്കുമേൽ വന്ന് പതിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് വിഷ്ണുപതി പുണ്യകാലം. ഇത് ഒരു മുഴുവൻ ദിവസമല്ല, 9 മണിക്കൂർ മാത്രമാണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത്. ഈ 9 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ഭഗവാൻ നൽകും. ഐതിഹ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുന്ന സമയമാണ് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വിഷ്ണു ഭഗവാനെയും ഗരുഡനെയും പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. വർഷത്തില് 4 തവണ മാത്രമാണ് ഈ ഒരു അപൂർവ സമയം വരുന്നത്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സമയത്താണ് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലം സംഭവിക്കുന്നത്. സൂര്യൻ കുംഭം, ഇടവം, ചിങ്ങം, വൃശ്ചികം എന്നീ 4 രാശികളിലേക്ക് മാറുന്ന സമയത്താണ് നമുക്ക് 4 വിഷ്ണുപതിക്കാലം എന്ന പുണ്യദിനം ലഭിക്കുന്നത്. ഇത്തവണത്തെ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് നാളെ മെയ് 15 വ്യാഴാഴ്ചയാണ്. ഈ ദിവസമാണ് സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന്, അതായത് മെയ് 14 രാത്രി 11:51 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുഴുവൻ ദിവസമല്ല, വെറും 9 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു പുണ്യ സമയമാണ് ഇത് എന്ന് പറയാം. നാളെ അതിരാവിലെ 1:30 മുതൽ രാവിലെ 10:30 വരെയാണ് വിഷ്ണുപതി പുണ്യകാലത്തിന്റെ സമയം വരുന്നത്.
അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ഈ ഒരു 10:30 ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അതിവിശിഷ്ടമായിട്ടുള്ള അത്യധികം പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു 9 മണിക്കൂർ എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നിങ്ങൾ ഒരു ആഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല തടസ്സങ്ങൾ കാരണം അത് നടക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. മനസ്സിൽ ഈ ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും. ന്യായമായിട്ടുള്ള ഏതൊരു ആവശ്യമായാലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധിയാണെങ്കിലും ഒക്കെയും മാറ്റിത്തരാൻ ഭഗവാനെ കൊണ്ട് സാധിക്കും. വിഷ്ണുപതി പുണ്യകാല സമയത്ത് വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമയമാണത്. ഈ ഒരു ദിവസം വ്രതമനുഷ്ഠിച്ചാൽ അത്യുത്തമമാണ്. സാധിക്കുന്നവർ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തുക. വിഷ്ണു ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ഇന്നേ ദിവസം ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ, വിഗ്രഹം ഉണ്ടെങ്കിൽ, അത് വിഷ്ണു ഭഗവാന്റെ ഏത് അവതാര രൂപത്തിലുള്ളതായാലും കുഴപ്പമില്ല. വിഷ്ണു ഭഗവാന്റെ ഏതൊരു അവതാരത്തെയും നിങ്ങൾക്ക് ഇന്നേ ദിവസം പൂജിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യം നെയ്വിളക്ക് തെളിയിക്കുക. ആ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഭഗവാന്റെ വിഗ്രഹമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ. ഇനി നെയ്വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർ നോർമലായിട്ട് നിങ്ങൾ തെളിയിക്കുന്ന എണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാലും മതി. പൂക്കൾ അർപ്പിക്കുക, ഭഗവാന് നിവേദ്യം സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സുരുകി പ്രാർത്ഥിക്കുക. ശേഷം വിഷ്ണു സഹസ്രനാമമൊക്കെ ഈ ഒരു ദിവസം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്, വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം അറിയില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് മൊബൈലിലായാലും അല്ലെങ്കിൽ TV-യിലായാലും വിഷ്ണു സഹസ്രനാമം പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു നാമവും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ നാമം ജപിക്കാവുന്നതാണ്. ആ നാമം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കുക. ഇനി അടുത്തത്, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് 27 ഏലക്കായ ഉപയോഗിച്ച് ഭഗവാന് മാല ചാർത്താവുന്നതാണ്. ഓരോ ഏലയ്ക്ക് എടുക്കുന്ന സമയത്തും ഭഗവാനെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹം പറയുക. ശേഷം ഇതൊരു മാലയായി കോർത്തുകൊണ്ട് ഭഗവാനെ ചാർത്തിക്കുക. ശേഷം ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം വീണ്ടും പറയുക. ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് അന്നേ ദിവസം 10:30 മുന്നേ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജാതകത്തിലുള്ള എത്ര വലിയ ദോഷമാണെങ്കിലും ആ ഒരു ദോഷം ഇല്ലാതാക്കാൻ ഞാൻ ഇനി പറയുന്ന കാര്യത്തിലൂടെ സാധിക്കും. ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ 27 പൂക്കൾ കൊണ്ടുപോവുക. ഏത് പൂക്കൾ ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കുന്ന ഏത് പൂക്കളും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് പൂക്കൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അവിടെ നിന്നും 27 പൂക്കൾ എണ്ണി എടുത്തുകൊണ്ടു പോവുക. ശേഷം നമ്മൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ ഏത് അവതാര ക്ഷേത്രമായാലും കുഴപ്പമില്ല. വിഷ്ണു ഭഗവാന്റെ ഏത് അവതാര ക്ഷേത്രമാണോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് ആ ഒരു ക്ഷേത്രത്തിൽ പോവുക. കൊടിമരം ഉണ്ടാവൂല്ലേ ക്ഷേത്രത്തില്, അതിന്റെ ചുവട്ടില് നമസ്കരിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ശേഷം നമ്മൾ പ്രദക്ഷിണം നടത്തണം. 27 പ്രദക്ഷിണമാണ് നടത്തേണ്ടത്. നമ്മൾ ഓരോ പ്രദക്ഷിണം കഴിഞ്ഞ് ആ ഒരു കൊടിമരത്തിന്റെ ചുവട്ടിൽ എത്തുമ്പോഴും ഓരോ പൂക്കൾ വീതം ഭഗവാന് സമർപ്പിക്കുക. ഇങ്ങനെ 27 പ്രദക്ഷിണവും നടത്തിയ ശേഷം ഈ ഒരു പ്രദക്ഷിണം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുള്ള ആഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ചും, തടസ്സങ്ങൾ ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം പ്രദക്ഷിണം നടത്തേണ്ടത്. പ്രദക്ഷിണം കഴിഞ്ഞ് ശ്രീകോവിലിൽ നോക്കി പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാവുന്നതാണ്. കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിഷ്ണുനാമങ്ങൾ ജപിക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മറ്റു നാമങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ നാമം ജപിച്ചാലും മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലുള്ള ഏത് ദോഷവും ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു തവണ മാത്രമല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഒരു വർഷത്തിലുള്ള 4 വിഷ്ണുപതി പുണ്യകാല ദിവസവും നിങ്ങൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ജാതകത്തില് അത് എത്ര വലിയ ദോഷമാണെങ്കിലും മാറിക്കിട്ടും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് തുടക്കം കുറിക്കണം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം, അതിനൊക്കെയും തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 108 തുളസി ഇലകൾ എണ്ണിക്കൊണ്ടുവന്ന് അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ തുളസി ഇല ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന സമയത്തും ഓം നമോ നാരായണായ മന്ത്രം ജപിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയുടെ താഴെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ താഴെ നിലവിളക്ക് തെളിയിച്ചു വച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ തുടക്കം കുറിക്കുന്നത് അത് പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും വരാതെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങൾ ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന സമയത്തും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ നല്ലതാണ്. ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളെ ആ ഒരു കാര്യത്തിൽ എത്തിച്ചിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട്, ആ ഒരു കൺഫ്യൂഷൻ ഒക്കെയും തന്നെ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി മാറ്റിത്തരും. ഇനി ഈ ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ അർച്ചനകൾ നടത്തുന്നതും അതുപോലെ തന്നെ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. സാധിക്കുന്നവര് ക്ഷേത്രങ്ങളിൽ തുളസിമാല ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വഴിപാട് ഷീട്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാല കെട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തില് മഹാലക്ഷ്മി ദേവി ഉണ്ടെങ്കിൽ ദേവിക്ക് ഒരു മുല്ലമാല ചാർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്കും മുല്ലമാല സമർപ്പിക്കുക. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഇതുവഴി സാധിക്കും. ലക്ഷ്മി ദേവിയെയും കൊണ്ട് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സാധിക്കുന്നവര് ഒരു പാൽപ്പായസം തന്നെ നിവേദ്യമായിട്ട് അർപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനായി ഈ ഒരു 9 മണിക്കൂർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പുണ്യ സമയത്ത് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെയും ചെയ്യുക. ഉറപ്പായിട്ടും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.